എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററാണ്. +1 ഫിസിക്സിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്നിട്ട് എക്സാമിന് ചോദിക്കണ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നമ്മൾ ഈസി ആയിട്ട് ഇവിടെ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് സൈസ് ഉണ്ട്, ക്രിസ്റ്റലൈനോ അല്ലെങ്കിൽ അമോർഫസോ ആയിരിക്കും. ക്രിസ്റ്റലൈൻ എന്ന് വെച്ചാൽ അവിടെ പാർട്ടിക്കിൾസ് റെഗുലർ ആയിട്ട് ഒരു ഓർഡറോട് കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്നു. അമോർഫസ് എന്ന് വെച്ചാൽ ഇറഗുലർ ഓർഡറോട് കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്നു. അടുത്തത് സോളിഡ്സിന് ഡെൻസിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും ദാൻ ലിക്വിഡ്സ്. ഡെൻസിറ്റി ഈസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ലിക്വിഡ് സ്റ്റേറ്റ്. അടുത്തതായിട്ട് അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഇലാസ്റ്റിക് ബോഡീസ് ആൻഡ് പ്ലാസ്റ്റിക് ബോഡീസ്, ഇലാസ്റ്റിസിറ്റി എന്താണ്, പ്ലാസ്റ്റിസിറ്റി എന്താണ്, ഈ കാര്യങ്ങളാണ് അടുത്തതായിട്ട് അറിയേണ്ടത്. ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് നോക്കാം. ഇലാസ്റ്റിസിറ്റി മീൻസ് ദി പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ടെൻഡ്സ് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് വെൻ ദി അപ്ലൈഡ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. അതായത് ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അതിനെന്ത് സംഭവിക്കും, അതിൻ്റെ പൊസിഷന് അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ നമ്മൾ ആ ഫോഴ്സ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് പഴയ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്ന ഒബ്ജക്റ്റുകൾക്ക് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ബോഡീസ്. എന്താണ് ദി പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ടെൻഡ്സ് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് വെൻ ദി അപ്ലൈഡ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. എക്സാമ്പിൾ സ്റ്റീൽ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒബ്ജക്റ്റുകൾക്ക് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ബോഡീസ്. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. അടുത്തതായിട്ട് എന്താണ് പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോഡീസ് എന്താണെന്ന് നോക്കാം. പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ഈവൻ ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസും ഷേപ്പും മാറുന്നുണ്ട്. എന്നാൽ ആ അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്താലും ആ ബോഡീൻ്റെ പഴയ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യാത്ത ഒബ്ജക്റ്റുകൾക്ക് പറയുന്ന പേരാണ് പ്ലാസ്റ്റിക് ബോഡീസ്. ആ ഫിനോമിനൻ, ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി. ദി പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് പ്ലാസ്റ്റിസിറ്റി. ക്ലേയും വാക്സും ഒക്കെ പ്ലാസ്റ്റിക് ബോഡീസിന് എക്സാമ്പിളാണ്. അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സ്ട്രെസ് എന്താണ്, അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, എത്ര ടൈപ്പ് സ്ട്രെസ്സുകളുണ്ട് എന്നിട്ടുള്ള കാര്യമാണ്. നമുക്കപ്പോൾ നോക്കാം. സ്ട്രെസ്സിന് മുമ്പിട്ട് നമുക്ക് ഡീഫോമിങ് ഫോഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എ ഫോഴ്സ് വിച്ച് ചേഞ്ച് ദി ലെങ്ത്, ഷേപ്പ് ഓർ വോളിയം ഓഫ് എ ബോഡി ഇസ് കാൾഡ് ഡീഫോമിങ് ഫോഴ്സ്. അതായത് നമ്മൾ ഡീഫോമിങ് ഫോഴ്സ്, ആ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്തും ഷേപ്പും വോളിയൊക്കെ ചേഞ്ച്ഡ് ആവും. ഓക്കെ, അതാണ് ഡീഫോമിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡീഫോം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ മാറുക എന്നാണ്. ഡീഫോമേഷൻ സംഭവിക്കുക. അപ്പം ഡീഫോമിങ് ഫോഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ഇനിയാണ് നമ്മൾ സ്ട്രെസ്സിലേക്ക് വരുന്നത്. റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് സ്ട്രെസ്. അതായത് ഒരു സബ്സ്റ്റൻസിൽ നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ലെങ്ത്തും ഷേപ്പും ഒക്കെ ചേഞ്ച്ഡ് ആവും. ഇത്തരത്തിൽ ലെങ്ത്തും ഷേപ്പും ഒക്കെ ചേഞ്ച്ഡ് ആകുമ്പം അതിന് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സിന് പറയുന്ന പേരാണ് റീസ്റ്റോറിങ് ഫോഴ്സ്. അതായത് ഡീഫോമിങ് ഫോഴ്സിൻ്റെ കറക്റ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേ റിവേഴ്സ് സൈൻ ആയിരിക്കും നമ്മൾ റീസ്റ്റോറിങ് ഫോഴ്സിന് കൊടുക്കുക. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഈക്വലൻ്റ് ഫോഴ്സ്. അപ്പം ദി റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് സ്ട്രെസ്. മനസ്സിലായല്ലോ. അപ്പം ഡീഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്നതാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയൻ്റെ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് യൂണിറ്റ് വരും, അല്ലെങ്കിൽ അതിനെ പാസ്കൽ എന്ന് വിളിക്കും. ml⁻⁻1 T⁻²2 എന്നതാണ് അതിൻ്റെ ഡയമെൻഷൻ. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് സ്ട്രെസ്സുകൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
അതൊരു സ്ട്രെസ്സാണ്. ഇറ്റ് ഈസ് ദി സ്ട്രെസ് ഡെവലപ്ഡ് വെൻ ദി അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ദി ലെങ്ത് ഓഫ് ദി ബോഡി. എന്താണ്? വെൻ ദി അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ദി ലെങ്ത് ഓഫ് ദി ബോഡി. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് ലെങ്ത്തിനാണ് ചേഞ്ച് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിന് പറയുന്ന പേരാണ് ലീനിയർ സ്ട്രെസ്, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്. അടുത്ത നമുക്ക് എന്താണ് വോളിയം സ്ട്രെസ് അല്ലെങ്കിൽ ബൾക്ക് സ്ട്രെസ് എന്ന് നോക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ സ്ട്രെസ് ഡെവലപ്ഡ് വെൻ ദി അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസസ് ചേഞ്ച് ഇൻ ദി വോളിയം ഓഫ് ദി ബോഡി. അതായത് അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ആ സബ്സ്റ്റൻസിൻ്റെ വോളിയത്തിനാണ് ചേഞ്ച് ഉണ്ടാകുന്നതെങ്കിൽ ആ സ്ട്രെസ്സിന് പറയുന്ന പേരാണ് വോളിയം സ്ട്രെസ് അല്ലെങ്കിൽ ബൾക്ക് സ്ട്രെസ് എന്ന് പറയുന്നത്. അടുത്ത ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. സ്ട്രെസ് ഡെവലപ്ഡ് വെൻ ദി അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ദി ഷേപ്പ് ഓഫ് ദി ബോഡി. അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ്. അപ്പോൾ ലീനിയർ സ്ട്രെസ്സും വോളിയം സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്കിനി അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. എന്താണ് സ്ട്രെയിൻ? 4ാമത്തെ കൺസെപ്റ്റാണ് സ്ട്രെയിൻ. എന്താണെന്ന് ചോദിച്ചാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദി ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഇപ്പോൾ പേന ഇത്രയും ഉണ്ടായിരുന്നു, ഈ ഗ്രീൻ. അപ്പം ഞാൻ ഇത് പിടിച്ച് കുറച്ചുകൂടെ വലിച്ച് നീട്ടിക്കൊന്ന് വെച്ചിരിക്കുക. അപ്പം ഇതിന് ഡെൽറ്റ എല്ല് നീളം ഉണ്ടായിരുന്നു, എല്ല് നീളം ഉണ്ടായിരുന്നു. നമ്മൾ വലിച്ച് നീട്ടി കുറച്ചുകൂടെ ആയപ്പോഴത്തേക്ക് ഡെൽറ്റ എല്ല് കൂടി. അപ്പോൾ അതിൻ്റെ സ്ട്രെയിൻ എന്താണെന്ന് ചോദിച്ചാൽ ഡെൽറ്റ എൽ അല്ലേ കൂടിയത്, അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ ആയിരിക്കും അതിൻ്റെ സ്ട്രെയിൻ എന്ന് നമുക്ക് പറയാം. സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സ്ട്രെയിന് 3 തരമുണ്ട്. ഒന്നാമത്തെ സ്ട്രെയിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് വെൻ ഡിഫോമിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസസ് ചേഞ്ച് ഇൻ ലെങ്ത്. സ്ട്രെയിൻ ഉണ്ടാവുന്നു എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഡിഫോമിംഗ് ഫോഴ്സ് കൊണ്ടിട്ട് ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്ക്. അപ്പോൾ ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അതായത് ഇതൊരു എൽ ലെങ്ത് ഉള്ളൊരു ഒബ്ജക്റ്റ് ആണെന്ന് വെക്കുക. നമ്മളപ്പം ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡെൽറ്റ എല്ല് കൂടെ അവിടെ ഡിഫോമേഷൻ സംഭവിച്ചു, ഡെൽറ്റ എല്ല് നീളം കൂടി. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ എന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് വോളിയം സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് വെൻ ഡിഫോമിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസസ് ചേഞ്ച് ഇൻ വോളിയം. അതായത് ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അവിടെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിന് പറയുന്ന പേരാണ് വോളിയം സ്ട്രെയിൻ. അതായത് മുൻപ് ഒരു നല്ല രീതിയിലൊരു സർക്കുലർ ഉണ്ടായിരുന്നു, ഷേപ്പിലുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഡിഫോമേഷൻ, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ചുരുക്കി ചെറുതാക്കി മാറ്റി. അതായത് ഈ ഒരു ഗ്യാപ്പിന് പറയുന്ന പേരാണ് ഡെൽറ്റ വി. ഡെൽറ്റ വി അതിന് കുറഞ്ഞു, ഓൾറെഡി വി ഉണ്ടായിരുന്നു. അപ്പം വോളിയം സ്ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ വി ആയിട്ടാണ് കുറഞ്ഞത്. അപ്പം ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം ബൈ ഇനിഷ്യൽ വോളിയം. അപ്പം അതാണ് വോളിയം സ്ട്രെയിൻ. അടുത്ത ഷിയറിംഗ് സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് വെൻ ഡിഫോമിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ദി ഷേപ്പ് ഓഫ് ദി ബോഡി വിത്തൗട്ട് ചേഞ്ചിങ് ദി വോളിയം. അതായത് ഒരു ബോഡിയിൽ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല, എന്നാൽ അതിൻ്റെ എന്തിന് മാറ്റം ഉണ്ടാവും? അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവും. അതാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം എൽ ഷേപ്പിലുള്ള, നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ വോളിയം ചേഞ്ച്ഡ് ആയില്ല, പക്ഷെ ഒന്ന് സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ആയി, ആ ഒരു ഷേപ്പിന് വ്യത്യാസം ഉണ്ടായി. ആ ഷേപ്പ് വ്യത്യാസം ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെയിന്. അപ്പോൾ നോക്കാം ഷിയറിംഗ് സ്ട്രെയിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോർമലായിട്ട് എൽ ലെങ്ത്തിലുള്ള ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ഷിയറിംഗ് സ്ട്രെയിൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെയായിട്ട് മാറി. അപ്പം ഇവിടെ നമ്മൾ ഒരു ഡോട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എത്ര ഡിഗ്രിയാണ് ചരിഞ്ഞെന്ന് നോക്കാതെ നമ്മൾ തീറ്റയായിട്ട് എടുത്തു, ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ എൽ എന്നാണ്. അതായത് ഈ ആംഗിളിനെ വെച്ച് നോക്കുമ്പം ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ബൈ എൽ, അതായത് ഈ ആംഗിളിനെ വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് ടാൻ തീറ്റ. അപ്പം തീറ്റ സ്മാൾ ആണെങ്കിൽ തീറ്റ എന്ന് എടുത്താലും മതി. അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ഓർ തീറ്റ നമുക്ക് എടുക്കാം.
അടുത്ത എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കൺസെപ്റ്റാണ് ഹൂക്സ് ലോയും സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ മെറ്റലും. അപ്പം എന്താണ് ഹൂക്സ് ലോ എന്ന് ചോദിച്ചാൽ, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രപ്പോർഷനിലായിരിക്കും. അതായത് സ്ട്രെസ് കൂടിയാൽ സ്ട്രെയിനും കൂടും, അങ്ങനെ അത് പ്രപ്പോർഷനാലിറ്റി സൈൻ പ്രപ്പോർഷനിലായിരിക്കും. അപ്പോൾ ഹൂക്സ് ലോ എന്തെന്ന് വെച്ചാൽ ലോ സേസ് ദാറ്റ് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് ചോദിച്ചാൽ, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ബോഡിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന മാക്സിമം ഡീഫോമിങ് ഫോഴ്സ്, അതായത് ആ ഒരു മാക്സിമം ഡീഫോമിങ് ഫോഴ്സ് കൊണ്ട് അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൈസ് ചേഞ്ച്ഡ് ആവരുത്. ദാറ്റ് മീൻസ് ദി റിമൂവൽ ഓഫ് ഡിഫോമിങ് ഫോഴ്സ്, അതിനൊരു ചേഞ്ച് ഉണ്ടാവരുത്. അതാണ് ആ ഒരു മാക്സിമം വാല്യൂ ആണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പം പ്രപ്പോർഷനാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് കെ കൊണ്ട് ഇൻറ്റു ചെയ്തു. സ്ട്രെസ് ഇസിക്കൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ. കെ എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. കെൻ്റെ വാല്യൂ കെ ഇസിക്കൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. കെനെ അവിടെ എടുത്തിട്ട് സ്ട്രെയിന് താഴ്പോട്ടുണ്ടെന്നാൽ മതി. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡൻ്റ് ആണ്, എന്നാൽ അതിൻ്റെ ഡയമെൻഷന് ഇൻഡിപെൻഡൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ പിടിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോർമേഷൻസിന് വിധേയമാക്കിയാൽ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എടുത്താൽ ഇതേപോലെ ഒരു കർവായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാൻ ഈ വരച്ചിരിക്കുന്ന കർവ് ഇതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സ്ട്രെസ് വൈ ആക്സിസിലും എക്സ് ആക്സിസിലും സ്ട്രെയിനും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് 3 A പോയിൻറ്റ് B C D E, അപ്പം 5 പോയിൻ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 5 പോയിൻറ്റിനും അത്യധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ ഓരോ പോയിൻറ്റും നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഓരോ പേരുകൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് പഠിക്കാം. എ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. ബി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിൻ്റ് ആണ്. ഇനി പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും ഇവിടെ. ഡി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിൻ്റ് ആണ്. ഇ എന്ന് പറയുന്നത് ഫ്രാക്ചർ പോയിൻ്റ് ആണ്. അത് ഓരോന്നും എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിഫോർമേഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒ എയിൽ എന്താണ് മാറ്റം എന്ന് വെച്ചാൽ, ഒ എയിൽ ആ സബ്സ്റ്റൻസ് ഹൂക്സ് ലോ ഒബേ ചെയ്യും. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. സ്ട്രെസ് കൂടിയാൽ സ്ട്രെയിനും കൂടും, സ്ട്രെയിൻ കൂടിയാൽ സ്ട്രെസ്സും കൂടും. ഓക്കെ, അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലായിട്ടുള്ള പാത്താണ് ഒ എ. ഇനി എ ബി എന്ന പാത്തിൽ എന്ത് മാറ്റം ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നോട്ട് പ്രൊപ്പോർഷണൽ. സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷനൽ അല്ല, പക്ഷേ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. അതായത് നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്താൽ ഒറിജിനൽ ഡയമെൻഷനിലേക്ക് ആ ബോഡിക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കണ്ട് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള പാത്ത് കണ്ടില്ലേ, ഈ പാത്തിൽ. അടുത്തതായിട്ട് പറയുന്നത് ബി എന്ന പോയിന്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ബി? ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്നറിയപ്പെടുന്ന ബി എന്നതിൻ്റെ പ്രത്യേകത. ബി എന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ബി എന്ന പോയിന്റിന് അപ്പുറത്ത് പോയാൽ, ബിയോണ്ട് ഈൽഡ് പോയിന്റ് ദി ബോഡി കനോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ബി എന്ന ആ ഒരു പോയിന്റിന് അപ്പുറവും നമ്മൾ ഡീഫോർമേഷൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നൊരിക്കലും അതിന് കറക്റ്റ് ഡയമെൻഷനിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ബി മുതൽ ഡി വരെ പോകുമ്പം ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ആ ഒരു എന്താണ് വ്യത്യാസം എന്നതാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? ബി മുതൽ ഡി വരെ, അതായത് ബി മുതൽ ഡി വരെ പോകുമ്പോഴത്തേക്ക് ബോഡി ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. ഡീഫോർമേഷൻ ഈസ് സെഡ് ടു ബി പ്ലാസ്റ്റിക്. അതായത് ബി മുതൽ ഡി വരെയുള്ള പാത്തിൽ ഒബ്ജക്റ്റ് പ്ലാസ്റ്റിക് ആയിട്ട് മാറി, അതായത് അതിൻ്റെ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അടുത്തതായിട്ട് സി ഡി ആണ് നമുക്ക് പറയേണ്ടത്. സി ഡിയുടെ അവിടെ എന്താണെന്ന് വെച്ചാൽ, സ്ട്രെയിൻ ഇൻക്രീസസ് റാപ്പിഡ്ലി ഈവൻ ഫോർ എ സ്മാൾ ചേഞ്ച് ഇൻ സ്ട്രെസ്. അതായത് ഒരു ചെറിയ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സ്ട്രെയിൻ വളരെ റാപ്പിഡായിട്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ചെറിയ രീതിയിൽ സ്ട്രെയിൻ ചെറിയ ഒരു എമൗണ്ട് സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ സ്ട്രെയിൻ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് സി ഡി എന്ന പോയിൻ്റെ പ്രത്യേകത. സ്ട്രെയിൻ ഇൻക്രീസസ് റാപ്പിഡ്ലി ഈവൻ ഫോർ എ സ്മോൾ ചേഞ്ച് ഇൻ സ്ട്രെസ്. സ്മോൾ ചേഞ്ച് ഇൻ സ്ട്രെസ് കൊണ്ടിട്ട് ലാർജ് സ്ട്രെയിൻ കൂടുന്നു. അടുത്ത ഡി എന്ന അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റിൽ നോക്കാം. അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് എന്നൊക്കെ വിളിക്കാം. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്.
ഡി എന്ന പൊസിഷന് അപ്പുറം പോയാൽ ബിയോണ്ട് ഡി അഡീഷണൽ സ്ട്രെയിൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് തന്നെ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്തോളും. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് സ്ട്രെസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബിയോണ്ട് ഡി അഡീഷണൽ സ്ട്രെയിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഫ്രാക്ചർ ഒക്കർ അറ്റ് ഇ എന്ന പൊസിഷനിൽ ആ സംഭവത്തിന്, ആ ഒരു ഒബ്ജക്റ്റിന് ഫ്രാക്ചർ സംഭവിക്കും. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വളരെ നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെക്ഷനാണ്, എക്സാമിന് ഷുവറാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡയലോഗ് പോലും ഇവിടുന്ന് മിസ്സാക്കരുത്. എന്താണ് ഇലാസ്റ്റോമറുകൾ എന്ന് നമുക്ക് നോക്കാം. കുറച്ച് ആയിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ കൂടുതൽ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിന് പറയുന്നവരാണ് ഇലാസ്റ്റോമറുകൾ. സബ്സ്റ്റൻസ് സ്ട്രെച്ച്ഡ് ടു കോസ് ലാർജ് സ്ട്രെയിൻ is called elastoma. Such substances are called elastomers. ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളാണ് റബ്ബർ, അതുപോലെ തന്നെ അയോർട്ട എന്ന് പറയുന്ന അറിയാം, നമ്മുടെ മെയിൻ ബ്ലഡ് വെസൽസ്, പ്യുവർ ബ്ലഡ് പമ്പ് ചെയ്യണ ബ്ലഡ് വെസൽസ്. അപ്പോൾ അതിനൊക്കെ എന്താണ് പ്രത്യേകത? കുറച്ച് സ്ട്രെച്ച് ചെയ്ത് വിട്ടാൽ തന്നെ കൂടുതൽ സ്ട്രെയിൻ അവിടെ ഉണ്ടാവും. സബ്സ്റ്റൻസ് സ്ട്രെച്ച്ഡ് ടു കോസ് ലാർജ് സ്ട്രെയിൻ. അടുത്തതിന് പറയാനുള്ളത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന കാര്യമാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന സാധാരണ പ്രോബ്ലംസ് ചോദിച്ച് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായിട്ട് 3 ടൈപ്പ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് പഠിക്കാനുള്ളത്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് അഥവാ ഷിയർ മോഡുലസ്. ഈ 3ൻ്റെ നമ്മൾ ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ എഴുതി കൊടുത്താൽ തന്നെ ആൾമോസ്റ്റ് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. എന്താണ് യങ്സ് മോഡുലസ് എന്നൊക്കെ ചോദിച്ചാൽ, ഇനി ഓരോ ഈ യങ്സ് മോഡുലസിലും ബൾക്ക് മോഡുലസിലും റിജിഡിറ്റി മോഡുലസിലും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റനെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോകാവൂ. ഇനി നമുക്ക് എന്താണ് യങ്സ് മോഡുലസ് എന്ന് നോക്കാം. യങ്സ് മോഡുലസ് ക്യാപിറ്റൽ വൈ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യങ്സ് മോഡുലസ് എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നാണ്. ഓക്കെ, അപ്പം സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നാണ്. അതായത് y = F/A, ഫോഴ്സ് ബൈ എ, അതായത് സ്ട്രെസ്, ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. അപ്പം അടുത്ത സ്ട്രെയിൻ എന്ന് പറയുന്നത് ΔL/L. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം FL/A ΔL എന്ന് കിട്ടും. അതാണ് ഇക്വേഷൻ. യങ്സ് മോഡുലസ് =FL/A ΔL. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ച് വെക്കണം. കാണാതല്ല, ഇത് മനസ്സിലാക്കി പഠിച്ച് വെക്കണം. ഇതുകൊണ്ടുള്ള പ്രോബ്ലമും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയാണ് യങ്സ് മോഡുലസ്. അതിൻ്റെ യൂണിറ്റ് Nm/m² അല്ലെങ്കിൽ പാസ്കലാണ്. കുറച്ച് മുമ്പ് പഠിച്ച സ്ട്രെസ്സിൻ്റെ സെയിം യൂണിറ്റാണ്, സെയിം ആസ് ദാറ്റ് ഓഫ് സ്ട്രെസ്. അടുത്ത ബൾക്ക് മോഡുലസ് എന്താണെന്ന് നോക്കാം. ബൾക്ക് മോഡുലസ് ഡിഫൈൻഡ് ആസ് ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ പറയുന്നവരാണ് ബൾക്ക് മോഡുലസ്. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ്. വോളിയം സ്ട്രെസ് F/A, വോളിയം സ്ട്രെയിൻ ΔV/V. അപ്പം അങ്ങനെ വരുമ്പം FB/A ΔV എന്ന് വരും. ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു FV/A ΔV, അല്ലെങ്കിൽ B ഈസ് ഈക്വൽ ടു -PV ഡിവൈഡഡ് ബൈ ΔV. പി എന്ന് പറയുന്നത് പ്രഷറാണ്. അപ്പം ഇൻ ടേംസ് ഓഫ് പ്രഷറിൽ നമുക്ക് ബൾക്ക് മോഡുലസ് എക്സ്പ്രസ് ചെയ്യാം. അടുത്തതിന് ലാസ്റ്റ് പറയാനുള്ളത് തേർഡ് വൺ റിജിഡിറ്റി മോഡുലസ് ആണ്. റിജിഡിറ്റി മോഡുലസ് G കൊണ്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ എന്നതിന് പറയുന്ന പേരാണ് റിജിഡിറ്റി മോഡുലസ്. അതായത് F/A ഡിവൈഡഡ് ബൈ തീറ്റ. G = F/A തീറ്റ. അപ്പം റിജിഡിറ്റി മോഡുലസിൻ്റെ ഇക്വേഷൻ പഠിച്ചു പോകണം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കംപ്രസിബിലിറ്റി എന്നതാണ്. ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കൽ 1 ബൾക്ക് മോഡുലസിന് പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി. അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം -ΔV/PV, P/V. ചിലപ്പോൾ ചോദിച്ചുകൊണ്ട് വരാറുള്ള ഒരു അനദർ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് പോയിസൺസ് റേഷ്യോ? പോയിസൺസ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കണം. ലാറ്ററൽ സ്ട്രെയിനിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനത്തിന് പറയുന്ന പേരാണ് പോയിസൺസ് റേഷ്യോ. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കണം മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യങ്സ് മോഡുലസ് പഠിച്ചിട്ടുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പം കിട്ടുന്ന സാധനമാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യങ്സ് മോഡുലസിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡീസ്, അതിൻ്റെ ഒരു ചെറിയൊരു ഡെറിവേറ്റീവ് പാർട്ട് പോലെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, എന്നാലും അതും കൂടെ നോക്കിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.